നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 3D എന്ന് പറയുന്ന ചാപ്റ്ററാണ്. 3 ഡയമെൻഷണൽ ജോമെട്രി. നിങ്ങൾ ഈ വീഡിയോ ആണ് ആദ്യം കാണുന്നതെങ്കിൽ വെക്ടർ എന്ന് പറയുന്ന ചാപ്റ്റർ കാണണം. ഓൾറെഡി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വീഡിയോയുടെ ലിങ്ക് ഒന്ന് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ വീഡിയോ സെക്ഷനിൽ പോയാലും നിങ്ങൾ കിട്ടും കേട്ടോ. വെക്ടർ കണ്ടിട്ട് മാത്രമേ നിങ്ങൾ 3D കാണാൻ പാടുള്ളൂ കേട്ടോ. നിങ്ങൾ ആദ്യമേ 3D കാണരുത്. ഞാൻ വീണ്ടും പറയുന്നു, വെക്ടർ കണ്ട ആളുകൾ മാത്രമേ 3D കാണാൻ പാടുള്ളൂ. കാരണം വെക്ടറിന്റെ കണ്ടിന്യൂഷൻ ആണ് 3D. വെക്ടർ ഓപ്പറേഷൻ അറിഞ്ഞ് ആ ഓപ്പറേഷൻസ് ഒക്കെ ഇവിടെ നമ്മൾ സിംപ്ലി ചെയ്യുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. 3D വളരെ ഈസിയാണ്. 3Dയിലാണ് കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്, കുട്ടികൾക്കൊക്കെ കൺഫ്യൂഷൻ ഉള്ളത്. പക്ഷെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൽ നാളെ വരുന്ന എക്സാം ഞാൻ പറഞ്ഞില്ലേ 100% നമ്മൾ ക്രാക്ക് ചെയ്തിരിക്കും. ഓക്കേടാ. സോ വെക്ടർ കാണാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. ക്ലാസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് തരിക. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ. ക്ലാസ് ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക പോയിക്കോ കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 1800ഓളം ഇപ്പോൾ 2-3 ഡേയ്സിൽ നമുക്ക് എനിക്ക് തോന്നുന്നു 1000ന്റെ മുകളിൽ ലൈക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ഡിസ്ലൈക്ക് ആയിട്ടാണ് കാണുന്നുള്ളത്. എങ്ങനെയാണെന്ന് അറിയില്ല. സോ 1000:1 ആണ് ലൈക്കും ഡിസ്ലൈക്കും തമ്മിലുള്ള ഇപ്പോൾ നിലവിലുള്ള റേഷ്യോ. വളരെയധികം സന്തോഷം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാണെന്ന് അറിയുന്നതിൽ. എന്ത് ചെയ്യാം, ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യാം. ഓക്കെ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. സോ എടാ നമുക്ക് സെക്ഷനിലോട്ട് കടക്കാം. 3 ഡയമെൻഷണൽ ജോമെട്രി പറഞ്ഞാൽ വെക്ടർ അറിയുന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. ഇതിൽ പ്രത്യേകിച്ച് ഫോർമാറ്റ് ഒന്നും പഠിക്കില്ല. ജസ്റ്റ് ഫോർമുല 1-2 ചെറിയ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളൂ. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ. ടെൻഷൻ വേണ്ട. ആദ്യമേ ഞാൻ പറയാം, നമ്മൾ എന്ത് പഠിക്കുമ്പോൾ ടെൻഷൻ വേണ്ട. ഫസ്റ്റ് നമുക്ക് ഇതിൽ എന്തൊക്കെ ഉള്ളു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. 2 ടോപ്പിക്ക് നമുക്ക് ആകെ പഠിക്കാനുള്ളൂ. 2 ടോപ്പിക്ക്. അതായത് ഒരു ടോപ്പിക്കേ ഉള്ളൂ യഥാർത്ഥത്തിൽ. ലൈൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളൂ. ബാക്കിയൊക്കെ ഡിലീറ്റ് ചെയ്തു പോയി, നിങ്ങളുടെ ഭാഗ്യം. ഈ ലൈനിൽ 2 ടോപ്പിക് ഉണ്ട്. ഒന്ന് എന്തുണ്ട്, ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് ഉണ്ട്. ഓക്കെ സാറേ, നമ്മൾ ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് നമ്മൾ വെക്ടറിലൊന്നും പഠിച്ചില്ലേ? ശരിയാണ്, വെക്ടറിൽ നമ്മൾ പഠിച്ചിരുന്ന ഫോർമുല കോസ് തീറ്റ എന്നാണ്. ഇവിടെയും നമ്മൾ പഠിക്കുന്നത് കോസ് തീറ്റ ആണ്. അപ്പോൾ ഫോർമുലക്ക് കാര്യമായിട്ട് മാറ്റമൊന്നുമില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ വേരിയേഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെയും കോസ് തീറ്റയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ടോപ്പിക്കാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, SD എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി ഇതിൻ്റെ വെക്ടർ ഫോർമാറ്റ് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിൽ വെക്ടറാണ് കേട്ടോ. അത് ഓൾറെഡി നമ്മൾ ഇപ്പോൾ മോഡലിന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അത് വരുമോ എന്നറിയില്ല. ആ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ചെയ്യുന്നില്ല. ആ ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറഞ്ഞിട്ട് വീഡിയോ സെക്ഷനിൽ നിങ്ങൾക്ക് പോയാൽ കിട്ടും. ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടോളുണ്ട് കേട്ടോ. അത് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ചെയ്തുകൊണ്ട് നമ്മൾ സമയം കളയണ്ടെന്ന് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് ഓൾറെഡി മോഡലിന് വന്നു. ആ ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ തന്നെ വന്നത്, സെയിം നമ്പർ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ആകെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ അത് തന്നെ എല്ലാ വർഷവും റിപ്പീറ്റ് ആയി. പക്ഷേ അത് ഓൾറെഡി മോഡലിൽ വന്നു. ഇനി അത് വരാനുള്ള സാധ്യത, പ്രോബിലിറ്റി വളരെ കുറവാണ് ഞാൻ കാണുന്നത് കേട്ടോ. പക്ഷേ അത് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ സെക്ഷനിൽ നിങ്ങൾ കണ്ടോ കേട്ടോ. സോ ഇനി നമ്മൾ നോക്കട്ടെ, ഈ 2 ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളൂ. SD, അകലം. 2ലും മെയിൻ ആയിട്ടുള്ളത് ഒന്ന്, 2ലും വെക്ടർ ഫോമും ഉണ്ട്, അതുപോലെ കാർട്ടീഷ്യൻ ഫോമും ഉണ്ട് അല്ലേ. നമുക്ക് ആദ്യം കാർട്ടീഷ്യൻ എന്ന് എഴുതാം. ഓക്കെ, കാർട്ടീഷ്യനുമുണ്ട് വെക്ടറുമുണ്ട്. ഇതേ സെയിം വേ ഇതിലുമുണ്ട് എന്ത്, കാർട്ടീഷ്യനും വെക്ടറും. അപ്പോൾ മൊത്തത്തിൽ 4 സെറ്റ് പ്രോബ്ലം അങ്ങനെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ചാൻസ് ഈ വർഷം എനിക്ക് തോന്നുന്നത് ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസിൻ്റെ കാർട്ടീഷ്യനോ വെക്ടറോ, അല്ലെങ്കിൽ കാർട്ടീഷ്യൻ ആയിരിക്കും വരിക എന്നാണ് എൻ്റെ ഒരു പ്രവചനം. അതല്ലെങ്കിൽ SD-യിൽ കാർട്ടീഷ്യൻ വരും കേട്ടോ. വെക്ടർ വരുമോയെന്ന് അറിയില്ല. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ വെക്ടറാണ്. ചുമക്കുന്ന ഇനി വീണ്ടും വെക്ടർ തന്നെ വരുമോ അറിയില്ല, നോക്കാം. എന്തെന്നെ വരട്ടെ. പക്ഷേ ഇതിൽ ട്വിസ്റ്റ് അതല്ല സംഭവിക്കാൻ പോകുന്നത്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ 3Dയിൽ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് എക്സാമിന് ഡിഫിക്കൽട്ടായിട്ട് വരാനുള്ള സാധ്യതകൾ, അങ്ങനത്തെ പ്രോബ്ലംസ്. അപ്പോൾ ഏറ്റവും ടോപ്പ് സ്റ്റുഡൻറ്റും ബിലോ എല്ലാ ടൈപ്പ് സ്റ്റുഡൻസും ഈ വീഡിയോ കണ്ടോ, കാരണം എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കേട്ടോ. ഓക്കേടാ, അപ്പോൾ നമുക്ക് സെക്ഷനിലോട്ട് കടക്കാം. ഇപ്പോൾ എന്തായാലും ഇതൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു. നമുക്കറിയാം 2 സെക്ഷൻ ഉണ്ട് ജനറലി. ഒന്ന് കാർട്ടീഷ്യനും ഉണ്ട്. ആദ്യം ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് നോക്കാം. ഓക്കെ, ഇതിൽ കാർട്ടീഷ്യനും ഉണ്ട് വെക്ടറും ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കാണിക്കട്ടോ. കാർട്ടീഷ്യൻ ബൈഹാർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല. ഓക്കെ, ഞാനടക്കം ബൈഹാർട്ട് ഞാനിതിങ്ങനെ കാണാപാഠം പഠിച്ചു പറ്റൊന്നുമില്ല. ഞാൻ പഠിച്ചു വെച്ച ടെക്നിക്കാണ് നിങ്ങൾക്ക് പറഞ്ഞത്. കാണാപാഠം പഠിച്ച് ടെൻഷൻ അടിച്ചിട്ട് എക്സാം ഹോളിലേക്ക് പോയി മെമ്മറൈസ് ചെയ്ത് ഫോർമുല മറന്നു പോയി എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അങ്ങനെയല്ല നിങ്ങൾക്ക് പറഞ്ഞു തരണം കേട്ടോ. കാരണം അങ്ങനെ നിങ്ങൾ ജസ്റ്റ് ബൈഹാർട്ട് ചെയ്ത് പോകുമ്പോഴാണ് ഇത് മൊത്തത്തിൽ ടെൻഷൻ ആവുക. ആവശ്യമുള്ള ടേമുകൾ മാത്രം ബൈഹാർട്ട് ചെയ്താൽ മതി എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം എല്ലാം കൂടെ ബൈഹാർട്ട് ചെയ്ത് എങ്ങനെ എക്സാം ഹോളിൽ പോയിട്ട് ഇതൊക്കെ മെമ്മറൈസ് ചെയ്യാം? അതൊന്നും എളുപ്പമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സാറ് പറഞ്ഞിരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. കാർട്ടീഷ്യൻ, കാർട്ടീഷ്യനിൽ ഒരു ജനറൽ ഫോർമാറ്റ് ഇങ്ങനെയാണ്. നമുക്ക് 2 ഇക്വേഷൻ എങ്ങനെയാലും എക്സാമിന് തരും. അപ്പോൾ ഞാൻ x - x1/x
A1 ഈക്വൽ ടു ഇത് എഴുതാൻ പറ്റിയാൽ മതി നിങ്ങൾക്ക്. ഇതിലിപ്പോൾ സ്റ്റാർട്ടിങ് എഴുതാൻ പറ്റുക എന്നുള്ളത് മാത്രമേ. x-x1/a1 എന്ന് എഴുതിയാൽ പിന്നെ അങ്ങോട്ട് ബ്ലബ്ലോടാ അതിൻ്റെ പോയിക്കോളും. സോ y മൈനസ് എന്തായിരിക്കും, y1/b1 ആയിരിക്കും. ഒബ്വിയസ്ലി z-z1 എന്തായിരിക്കും c1 ആയിരിക്കും. ആൻഡ് ഇത് ഒരെണ്ണം, രണ്ടെണ്ണം എപ്പോഴും നമുക്ക് തരും. അപ്പോൾ എന്ത് വരും x-x2 എന്ത് വരും, a2 സമം y-y2/b2 സമം z-z2/c2. ഇതാണ് രണ്ട് ജനറൽ ഫോർമാറ്റ്. സോ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻ കാർട്ടീഷ്യനിൽ വന്നാൽ അപ്പോൾ നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അറിയാം, വെക്ടറിന്റെ വേഗം അറിയാടാ. വെക്ടർ ഫോർമാറ്റ് നമ്മൾ വെക്ടറിൽ തന്ന വെക്ടർ ഫോം ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതല്ലാത്ത ഈ ഫോർമാറ്റിനെ വിളിക്കുന്ന പേരാണ് കാർട്ടീഷ്യൻ ഫോർമാറ്റ്. അത്രേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ കാർട്ടീഷ്യൻ ഫോർമാറ്റിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനൊരു ഫോർമുല ഉണ്ട്, വളരെ സിമ്പിൾ ഫോർമുലയാണ്. ഈ ഫോർമുല ഞാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ ഡയറക്റ്റ് ബൈ ഹാർട്ട് ചെയ്യാതിരിക്കാം. എല്ലാ ആളുകളുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഡയറക്റ്റ് ബൈ ഹാർട്ട്, നിങ്ങൾ ഡയറക്റ്റ് ബൈ ഹാർട്ട് ചെയ്യരുത്. ഓക്കെ, ഇതിൻ്റെ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഉണ്ട്, നിങ്ങൾ ഓർക്കുന്നില്ലേ വെക്ടറിൽ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് നമ്മൾ ചെയ്യുന്നത് എന്താ, ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് ആണ് കാണുന്നത് അല്ലേ. ടോപ്പിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ A.B കാണുന്നത്, താഴെ എന്താ കാണുന്നത്, മോഡുലസ് A മോഡുലസ് B. ഇതല്ലേ നമ്മൾ ആംഗിൾ ബിറ്റ്വീൻ വെക്ടറിൽ ചെയ്ത്, അതേ സെയിം സാധനം തന്നെ ഇവിടെയും ചെയ്യുന്നതേ. ആ A.B തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ആ A.B എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവർ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് A1 A2 കേട്ടോ. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്താണ്, A1 A2 പ്ലസ് ഇതിൻ്റെ താഴ്ഭാഗം B1 B2 ഇവർ മൾട്ടിപ്ലൈ ചെയ്യും. സോ B1 B2 പ്ലസ് എക്സാമിന് ഫോർമുല മറന്നാലും നമുക്ക് ഈ ഒരു ആശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കില്ല മക്കളെ കേട്ടോ. മറ്റൊന്ന് എല്ലാ ഫോർമുല ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പോയിട്ട് നിങ്ങൾ എക്സാമുകളിൽ പോയിട്ട് ഒരു ഐഡിയയും കിട്ടാത്താവുന്നവർക്ക് നല്ലത് ജസ്റ്റ് മനസ്സിലാക്കി പഠിച്ചോ. ഇവർ തമ്മിൽ ഗുണിക്കുക, B1 B2 തമ്മിൽ ഗുണിക്കുക, ഡിനോമിനേറ്ററുകൾ തമ്മിൽ ഗുണിക്കുക, ഇതിൻ്റെ അടിഭാഗങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. റൂട്ട് ഓഫ് നമ്മൾ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് പറഞ്ഞുകൊണ്ടാ കണക്ട് ചെയ്ത് പഠിക്കാം. വെക്ടർ എയുടെ മോഡുലസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് അല്ലേ. ആ റൂട്ട് ഓഫ് ഏതൊക്കെയാണ്, ഈ നമ്പറുകളാണ് കേട്ടോ. ഇതിനെ റേഷ്യോ എന്നൊക്കെ പറയാം, അത് ഞാൻ അടുത്ത് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ തൽക്കാലം നിങ്ങൾ A1 B1 C1 ഇതിൻ്റെ ഒക്കെ സ്ക്വയർ, ദാറ്റ് ഈസ് A1 സ്ക്വയർ പ്ലസ് B1 സ്ക്വയർ പ്ലസ് C1 സ്ക്വയർ. അതുപോലെ ഇൻറ്റു റൂട്ട് ഓഫ്, ഇവിടെ ഡോട്ടൊന്നല്ല, വീണ്ടും രണ്ടാമത്തെ കേസിൽ എന്താണ് പറയാ, A2 സ്ക്വയർ പ്ലസ് B2 സ്ക്വയർ പ്ലസ് C2 സ്ക്വയർ. ഇതാണ് നമ്മളുടെ ഫോർമുല കേട്ടോ. cos theta equal to A1 A2 plus B1 B2 plus C1 C2 all divided by root A1. ക്ലിയർ അല്ലേ ഫോർമുല? ജസ്റ്റ് ഈ ഫോർമുല ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യുക എന്ന് പറയുന്നതല്ല ഞാൻ പറയുന്നത്, ഇത് ബൈ ഹാർട്ട് ചെയ്യാതെ തന്നെ എക്സാം എങ്ങനെ ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ജനറലി ജസ്റ്റ് ഈ ഫോർമുല ഇതാണെന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമുക്ക് ഓരോ സെക്ഷനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് ഇങ്ങനെ പോകാം കേട്ടോ. ആദ്യം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ സാറേ എന്താണ് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ, ഇവിടെ ഒന്നും കൂടെ എഴുതി വെക്കാതെ. ഇത് എഴുതിയത് √3 - 1 -√3 - 1 4 ഇങ്ങനെയാണ് ആ നമ്പർ കേട്ടോ. √3 ആണ്, √3 -1 പുറത്താണ്, -√3 - 1 4. എടാ ഇത് എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി ലൈൻ ഹാവിംഗ് ഡയറക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ. പക്ഷെ അത് അവിടെ നിൽക്കട്ടെ, ഇത് നമുക്ക് അടുത്ത് ചെയ്യാം, അവിടെ നിൽക്കട്ടെ, നമുക്ക് ചെയ്യാം. ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ പെയർ ഓഫ് ലൈൻസ്, ആദ്യം നമുക്കിത് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഇത് ചെയ്യാം, എന്നിട്ട് പിന്നെ അത് ചെയ്യാം കേട്ടോ. അങ്ങനെ കൺഫ്യൂഷൻ ആവും ചില ആളുകൾ. എടാ നമുക്കിതിൽ വരുന്ന ഒന്ന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിനെ എക്സാമിന് ചോദിക്കാനുള്ള വേറെ ക്വസ്റ്റ്യൻ ഒന്നുമില്ല, ഇത് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, സോ ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ പെയർ ഓഫ് ലൈൻസ് എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ കാർട്ടീഷ്യൻ ഫോമിലാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, ക്ലിയർ ആണ്. കാണേണ്ടത് ആംഗിൾ ബിറ്റ്വീൻ ഷോർട്ടസ്റ്റ് അല്ല, ഷോർട്ടസ്റ്റിന്റെ ഫോർമുല ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ടോപ്പ് ഡിറ്റർമിനന്റ്, താഴെ റൂട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഫോർമാറ്റ് ആണ്. അപ്പോൾ അതല്ല നമ്മളിപ്പോൾ ചെയ്യുന്നത്, സിംപ്ലി ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ആണ് കാണുന്നത് കേട്ടോ. വെക്ടറിൽ വന്നാലും 3D വന്നാലും ഒക്കെ cos θ തന്നെയാണ് ഫോർമുല. അപ്പോൾ നിങ്ങളിത് ബൈ ഹാർട്ട് ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നതാണല്ലോ, ഇപ്പം നിങ്ങൾ എക്സാമ്പിൾ ചിലപ്പോൾ ഈ ഫോർമുല ചിലപ്പോൾ മറക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ചില ആളുകൾ A1 A2 ഒക്കെ അല്ലേ, ചിലപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കുന്ന A1 B1 A2 B1 എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ കൊള ആവും. അപ്പോൾ എന്ത് കൊള ആയാലും ഈ ഫോർമാറ്റിന് അരമാർക്കേ ഉള്ളൂ. ഈ ഫോർമാറ്റ് എഴുതി കഴിഞ്ഞാൽ അപ്പോൾ പരമാവധി കാർട്ടീഷ്യൻ ഫോം ജനറലി എഴുതിയിട്ട് ഈ ഫോർമുല എഴുതാൻ പറ്റുകയാണെങ്കിൽ സുഖമാണ്. എങ്ങനെ A1 A2 B1 B2 C1 C2 അങ്ങനെ എഴുതാം. റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് B1 സ്ക്വയർ പ്ലസ് C1 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് A2 സ്ക്വയർ പ്ലസ് B2 സ്ക്വയർ പ്ലസ് C2 സ്ക്വയർ അങ്ങനെ എഴുതുകയാണെങ്കിൽ നല്ലത് അരമാർക്ക് കിട്ടും. ഫോർമുല എഴുതണം കേട്ടോ, അരമാർക്ക് കിട്ടും. ഇനി സപ്പോസ് എക്സാമുകളിൽ ഫോർമുല മറന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഒരുത്തനങ്ങടെ എക്സാമുകളിൽ കയറി ബ്ലാങ്ക് ആയിപ്പോയി. ചില ആളുകളുണ്ട് എക്സാമുകൾ കണ്ട് കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് മൈൻഡ് ബ്ലാങ്ക് ആയി പോകും. അതായത് ഫോർമുല ഒന്നും കിട്ടൂല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ആകെ ടെൻസ്ഡ് ആവും.
അപ്പോൾ നിങ്ങൾ ചെയ്യുക, അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ഒന്നും കൂടെ എക്സ്പെഷ്യലി. നിങ്ങൾ കോസ് തീറ്റയാണല്ലോ ആംഗിൾ ബിറ്റ്വീൻ കാണുന്നത്, അത് വെക്ടർ ഫോർമാറ്റ് ആണെങ്കിലും വെക്ടറിലുള്ള ആംഗിൾ കാണുകയാണെങ്കിലും ഇവിടെ 3D കാണുകയാണെങ്കിലും ഒക്കെ കോസ് തീറ്റ ആണല്ലോ. അതിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, അത് മറന്നു പോകരുത്. കോസ് തീറ്റ എന്ന് തന്നെ എഴുതണം, കാരണം ആംഗിളും ആണ്, ആംഗിളു തീറ്റ എന്ന് നിങ്ങൾ ഓർക്കണം, കോസ് തീറ്റ. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി, ഈ അടിയിലുള്ള നമ്പറുകളെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ എന്ത് വരും, 3 into 1. അപ്പോൾ നിങ്ങൾ 3 ഇങ്ങനെ എഴുതുന്നുണ്ട് കുറച്ചൊരു ഓവറായി പോവും, ഹൈ എന്താ പറയുക IIT സ്റ്റുഡൻറ്റ് പോലെ ആയി പോകും. അങ്ങനെ പോകണ്ട, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ ചെയ്താൽ മതി കേട്ടാ. നിങ്ങൾ എന്ത് ചെയ്യുക, 3 into 1 അല്ലേ, 3 into 1 അതിൻ്റെ സെൻട്രൽ പ്ലസ്, അടുത്തെന്താ 5 into 1. മിക്കവാറൊക്കെ പോസിറ്റീവ് നമ്പർ ആവും, ഇവിടെ വലിയ പ്രശ്നമൊന്നും വരില്ല കേട്ടാ. 4 into 2 ഓൾ ബൈ റൂട്ട് ഓഫ് ഈ നമ്പറുകളുടെ ഒക്കെ സ്ക്വയർ. ഏതിൻ്റെ ഒക്കെ എടാ, 3 square പ്ലസ് 5 square പ്ലസ് 4 square റൂട്ട് ഓഫ്. അടുത്തത് എന്താടാ, 1 square 2. നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ എക്സാമിന് ഒരു കാരണവശാലും പ്രോബ്ലം തെറ്റാൻ പോകുന്നില്ല. അതല്ല നിങ്ങൾ ചുമ്മാ A1 A2 പ്ലസ് B1 B2 പ്ലസ് C1 C2 ഓൾ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ B1 സ്ക്വയർ C1 സ്ക്വയർ എന്നൊക്കെ പഠിച്ചിട്ട് എക്സാമുകളിൽ പോകുമ്പോൾ ഉള്ള റിസ്ക്, അത് എക്സാമുകളിൽ നിന്ന് പെട്ടെന്ന് മറന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇനി SD വരുമ്പോൾ വേറൊരു ഫോർമാറ്റാണ്, ഫോർമാറ്റ് അല്ല ഫോർമുല വ്യത്യാസമുണ്ട്. അപ്പോൾ രണ്ടും പാടെ മൊത്തത്തിലൊരു കറങ്ങി തിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കുന്നതാണ് നല്ലത്. പിന്നെ സിംപ്ലിഫൈന് എല്ലാവർക്കും പറ്റുന്ന കാര്യം ഇവിടെ പറയുന്നുള്ളൂ, നമ്മളിതൊക്കെ ഓൾറെഡി പ്രാക്ടീസ്ഡ് ആണ്. 3 into 1 3 അല്ലേ, 3 + 5 + 8 പറഞ്ഞുവിട്രാ, 3 square 9 + 25 + 16 ഇതൊക്കെ നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങളാണ്. 1 + 1 + 4 ഒക്കെ പാടെ സിമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടൂടാ, ഫൈനലി കോസ് തീറ്റ. ഒക്കെ പാടെ കൂട്ടിക്കോ, 8 9 10 15 16 മറ്റേത് എത്ര കിട്ടുക, റൂട്ട് 10 20 30 40 50 തോന്നുന്നു അല്ലേ, 50 ഏട്ടാ, റൂട്ട് 50 ഒക്കെ പാടെ റൂട്ട് 9. എടാ മക്കളെ റൂട്ട് കറക്റ്റ് അല്ലടാ, 20 30 40 49 50 കറക്റ്റ്, റൂട്ട് 9. ഓക്കെ, റൂട്ട് 4 5 6 റൂട്ട് 6 ആണ് അല്ലേ. നോമ്പായ കാരണം ഒരു ചെറിയ വലിച്ചിലുണ്ട്. ഓക്കെ എടാ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആൻസർ കഴിഞ്ഞു വേണമെങ്കിൽ പറയാം. ഇവിടെ നിങ്ങൾ തീറ്റ ഇവിടെ നിർത്തിയിട്ട് കോസ് ഇൻവേഴ്സ് ഞാൻ പറഞ്ഞ എല്ലാവർക്കും അല്ല പറയുന്നത്. ചില കുട്ടികളുണ്ട്, സാറേ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള മതി, 1-8 ലെവലിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇതാവില്ല എന്നാൽ ഇവിടെ വെച്ച് നിർത്താം. ആര് മാത്രം ഞാൻ പറഞ്ഞത്, ഒരു ബിലോ ഏവറേജും അങ്ങനെയുള്ള സ്റ്റുഡൻറ്റുകളില്ലേ, ജസ്റ്റ് പാസ് മാർക്ക് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന കുട്ടികളില്ലേ, ജസ്റ്റ് പാസ് മാർക്ക് കിട്ടുക, അവരോട് മാത്രം ഞാൻ സാറ് പറഞ്ഞിട്ടുള്ളൂ. അതല്ല, കുറച്ചൊരു മിഡിൽ റേഞ്ചിൽ നിൽക്കുന്ന കുട്ടികൾ ഇവിടെ വെച്ച് നിർത്തരുത്. കാരണം ഇവിടെ നമുക്കൊന്നും കൂടെ ചെറുതാക്കാൻ പറ്റുന്നതാണ്. 50 നമുക്കറിയാം 25 into 2 50 റൂട്ട് 6 എന്ന് പറഞ്ഞാൽ എന്താടാ, 2 into 3. അപ്പോൾ 2 നമ്പറുകളുടെ പ്രൊഡക്റ്റ് എഴുതുമ്പോൾ ഒരു നമ്പറിന് പെർഫെക്റ്റ് റൂട്ട് ഉണ്ടാവണം എന്നുള്ളതാണ് കേട്ടോ. അത് ചില ആളുകൾക്കൊന്ന് ദഹിക്കാൻ പണിയാവും, അങ്ങനത്തെ ആൾക്കാർ അത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. റൂട്ട് 2 അവർക്ക് ചെയ്യേണ്ട മെത്തേഡ് ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ എടാ, റൂട്ട് 25 എന്ന് പറഞ്ഞാൽ എത്രടാ, നമുക്കറിയാം 5 റൂട്ട് 2 എന്ന് പറഞ്ഞാൽ 2 അല്ലേ, റൂട്ട് 2 into 2 അല്ലേ. പിന്നെ ഇൻറ്റു ഇവിടെ എന്താ 3 ഉണ്ട്. ഓക്കെ, സോ 5 into 2 ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 16 2 ക്യാൻസൽ ആവും. 16 2 ക്യാൻസൽ ആയി എന്ത് വരും, 8 വരും. 8/5 റൂട്ട് 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 8/5 റൂട്ട് 3 ഇങ്ങനെ എത്തുകയാണെങ്കിൽ നല്ലത്. തീറ്റ അല്ലേ വേണ്ടത്, ഈ കോസ് അങ്ങോട്ട് പറഞ്ഞാൽ എന്താവും, അതൊക്കെ സാധാരണ നമ്മൾ പറപ്പിക്കണ പോലെ തന്നെ. കോസ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 8/5 റൂട്ട് 3 ഇതാണ് ആൻസർ കീ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും വരുന്ന എക്സാമിന് അങ്ങനെ തന്നെ ചെയ്തു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അരമാർക്ക് പോകും കേട്ടോ. ഞാൻ അതേപോലെ പറയാം, അരമാർക്ക് പോകും കേട്ടോ. അല്ലാതെ ഫുൾ മാർക്ക് ഇട്ട് തരുമൊന്നുമില്ല. അപ്പം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 3.5 തരുള്ളൂ. അപ്പോൾ ചില ആൾക്കാരുണ്ട് വളരെ ബിലോ വീക്കായിട്ടുള്ള കുട്ടികളുണ്ട്, അവർ ജസ്റ്റ് പാസ് മാർക്ക്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിക്കോ. കൂടുതൽ ടെൻഷൻ അടിച്ചിട്ട് അങ്ങനെ ഒന്നും പോകണ്ട. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. 50 എന്ന് പറഞ്ഞാൽ 25 into 2 50. സോ ഇതിന് പെർഫെക്റ്റ് റൂട്ടാണ്. സ്പ്ലിറ്റ് ചെയ്യാം, റൂട്ട് 2 റൂട്ട് 3. അതൊക്കെ 16 ഇവിടെ റൂട്ട് 2 കട്ടാകുമ്പോൾ 2 കിട്ടുന്നു. അപ്പോൾ ഈ 2ഉം 16ഉം ക്യാൻസൽ ആകുമ്പോൾ പകുതിയാണ് എഴുതണം എന്നൊക്കെ ഒരു ഐഡിയ ഉള്ള ഒരു കുട്ടിക്ക് അത് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ആൻസർക്ക് ഇവിടെ തന്നെ എത്തണം. എല്ലാ കുട്ടികളും ഇവിടെ എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡയറക്ഷൻ ഓഫ് ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. ഇനി സാറേ ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ചേ. സാറേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ഡയറക്ഷൻ റേഷ്യോ ഓഫ് ദീസ് ലൈൻസ്. വാട്ട് ഈസ് ഡയറക്ഷൻ റേഷ്യോ?
എക്സാമിന് കുറേ പേർക്ക് സെപ്പറേറ്റ് ഒരു 1 മാർക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ, ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് നേരത്തെ ചെയ്ത പോലെ നിങ്ങൾ ചെയ്തോളൂ. ഓക്കെ, അത് നിങ്ങൾ ചെയ്തു. പക്ഷെ എന്താണ് ഈ ഡയറക്ഷൻ റേഷ്യോ ഓഫ് ദീസ് ലൈൻ? ഇങ്ങനെയൊക്കെ വന്ന സാറ് ഞങ്ങൾ എന്താ ചെയ്യുക? എടാ ഈ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഡയറക്ഷൻ നൽകുന്ന നമ്പർ ഏതാ? ഈ അടിയിലെ നമ്പറാണ് ഡയറക്ഷൻ. തൽക്കാലം പഠിച്ചു വെച്ചാൽ മതി. എന്താണ്? 2 to 1 ആണ് ഡയറക്ഷൻ റേഷ്യോ. അതായത് ഈ കാർട്ടീഷ്യൻ ഫോർമാറ്റിന്റെ ഡിനോമിനേറ്ററിൽ എഴുതുന്ന നമ്പറിനെ വിളിക്കുന്ന പേരാണ് ഡയറക്ഷൻ റേഷ്യോ. അത്രയും പഠിച്ചാൽ മതി നമുക്ക് പ്ലസ് ടു എക്സാമിന് കേട്ടോ. സോ 2 to 1. അപ്പൊ നമ്മളെ ആളുകളാണ് 2,2,1. ഇതാണ് ഒരു പെയർ. രണ്ടാമത്തെ പെയർ എന്താ? 4,1,8. ദാറ്റ് ഈസ് ദ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ ആൻസർ ആണ് എന്ത്? ഡയറക്ഷൻ റേഷ്യോസ് ആർ ഏതൊക്കെയാ? 2,2,1 എന്ന് എഴുതിയാൽ മതി. 4,1,8. ഇനിയിപ്പോൾ A1 B1 C1 എന്നോ A2 B2 C2 എന്നോ പറഞ്ഞിട്ട് വേണമെങ്കിൽ എഴുതാം. ഇതേ സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? A1 = 2, B1 = 2, C1 = 1, അതുപോലെ A2 = blah blah. അങ്ങനെ പറഞ്ഞ് എഴുതാം. അതൊന്നും നിങ്ങളുടെ ഐഡിയ. പിന്നെ ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു ലൈൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്തോളാം. ഓക്കെ, അതിൻ്റെ ആൻസർ കീ സാർ ഇവിടെ തരാം. ഓക്കെ, 8 അല്ലടാ. ഓക്കെ, അതിൻ്റെ ആൻസർ കീ സാർ ഇവിടെ തരാം. ഓക്കെ, സോ ഇവിടെ ഫൈനൽ ആൻസർ കിട്ടുക പെർഫെക്റ്റ് റൂട്ടൊക്കെ കിട്ടുക. √9 √81 കിട്ടാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടാം? 18 പെർഫെക്റ്റ് റൂട്ട് ആയ കാരണം കേട്ടോ. √9 3 ആവും, അതുപോലെ √81 9 ആവും കേട്ടോ. ഫൈനൽ ആൻസർ തീറ്റ = cos ഇൻവേഴ്സ് 2/3. ഇത് പ്രാക്ടീസ് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. 2 × 4 എന്ന് പറഞ്ഞിട്ട് നേരത്തെ സെയിം ഇട്ടതാണ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ വന്നിട്ടുണ്ട് മോഡൽ. എല്ലാ മോഡലും നമ്മൾ പരിചയപ്പെടണടാ, അല്ലെങ്കിൽ പണി പാളും കേട്ടോ. ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ പെയർ ഓഫ് ലൈൻ ഗിവൺ ബൈ. എടാ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസിൽ എന്തുണ്ട്? വെക്റ്റർ ഫോർമാറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിവിടെ ഒരുമിച്ചായിട്ട് ചെയ്തു പോകാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് വെക്റ്റർ ഫോർമാറ്റ്. നമ്മൾ ആദ്യം പറഞ്ഞ ടോപ്പിക്കിൻ്റെ വെക്റ്റർ ഫോർമാറ്റ് ആണ് പറയുന്നത്. എടാ ജനറലി കാർട്ടീഷ്യൻ പോലെ തന്നെ ഒരു വെക്റ്റർ ഫോർമാറ്റ് ഉണ്ട്. അത് ഇത്രയേ ഉള്ളൂ. വെക്റ്റർ ആർ സമം ഓക്കെ A1 + λ വെക്റ്റർ A1 + λ B1 വെക്റ്റർ. വെക്റ്റർ R = A2 വെക്റ്റർ + μ B2 വെക്റ്റർ. ഇതാണ് നമ്മൾ വെക്റ്ററിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ ഡയറക്ഷൻ റേഷ്യോസ് മാത്രമല്ലേ എടുക്കുള്ളൂ. ഇപ്പം നമ്മൾ മുന്നത്തെ പ്രോബ്ലത്തിൽ നോക്കിയാൽ നമ്മൾ ഡയറക്ഷൻ റേഷ്യോസ് എടുത്തിട്ട് മാത്രമല്ലേ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത് അല്ലേ? ഇവിടെയുള്ള നമ്പറുകളൊന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെയും നമ്മൾ എടുക്കേണ്ടത് ഡയറക്ഷൻ റേഷ്യോ മാത്രം മതി. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലാംഡയുടെയും മ്യൂടെയും കൂടെ ഉള്ളതാണ്. അത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. കാരണം ലാംഡ മ്യൂ ഒക്കെ വെറൈറ്റി അല്ലേ. അപ്പോൾ ലാംഡയുടെയും മ്യൂടെയും കൂടെയുള്ള ആ വെക്റ്റർ മാത്രമേ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ എടുക്കുകയുള്ളൂ. അത് എക്സാമിന് അങ്ങനെ തന്നെ ഓർക്കണം. കാരണം നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കി കണ്ടോ, ഇവിടെ ഒരു വെക്റ്റർ കാണാം, ഇവിടെ ഒരു വെക്റ്റർ കാണാം. അപ്പോൾ കൺഫ്യൂഷൻ ആവും ഏത് വെക്റ്ററാണ് എക്സാമിന് എടുക്കുക. ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് കാണാം. എന്തേ മാത്രമേ എടുക്കുള്ളൂ? ഡയറക്ഷൻ റേഷ്യോസ് മാത്രമേ എടുക്കുള്ളൂ. ഞാൻ അങ്ങനെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ലാംഡയുടെ കൂടെയുള്ള അല്ലെങ്കിൽ മ്യൂവിൻ്റെ കൂടെയുള്ള വെക്റ്റർ മാത്രമേ നമ്മൾ ഓപ്പറേഷൻ എടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടും. ഫോർമുല നിങ്ങൾ നോക്കി നോക്കിയാൽ നേരത്തെ പറഞ്ഞ സെയിം ഇക്വേഷൻ തന്നെ, cos θ. അപ്പോൾ വെക്റ്റർ ഫോർമാറ്റിലാണെങ്കിൽ ഇവിടെ ചെയ്യുന്നത് എന്താ? ആക്ച്വലി ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യൂലേ, നമ്മൾ ഡോട്ട് കണ്ടില്ലേ വെക്റ്ററിൽ, അതേ ഫോർമാറ്റ് തന്നെ ഇവിടെ ചെയ്യുന്നതേ കാർട്ടീഷ്യനിലും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവരെ തമ്മിൽ ഡോട്ട് ചെയ്യിച്ചാൽ മതി. ആരെ? B1നും B2നും നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ മതി. ഇങ്ങനെ പഠിച്ചു വെക്കുക നല്ലത്. സോ B1ന്റെ റൂട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ മോഡുലസ് കാണാം അല്ലേ. B2 എന്ന് പറഞ്ഞാൽ എന്താടാ? മോഡുലസ് കാണലാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ? ഇങ്ങനെ ഒരു ഫോർമാറ്റ് കിട്ടും. അപ്പോൾ ഇതിന്റെ ഫോർമാറ്റ് ഇതല്ല, ഇതാണ് അതിന്റെ ഫോർമുല. അപ്പോൾ B1.B2 ഒക്കെ നിങ്ങൾക്ക് കാണാൻ അറിയാം. നമ്മൾ വെക്റ്റർ കണ്ട ആൾക്കാരാണെന്ന് നിങ്ങളൊക്കെ. അപ്പോൾ B1.B2 കാണുന്നത് എന്താ? പറ. B1. അപ്പോൾ അതിൽ നിന്ന് എഴുതിയെടുക്കണം അല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B1 വെക്റ്റർ അതിൽ നിന്ന് എഴുതിയെടുക്കുക അല്ലേ. സോ ലാംഡയുടെ കൂടെ ഉള്ളതാണെന്ത്? B1 വെക്റ്റർ. അപ്പോൾ പറഞ്ഞു I + 2j + 2k. അതുപോലെ B2 വെക്റ്റർ പറഞ്ഞോ, മ്യൂവിൻ്റെ കൂടെയുള്ള വെക്റ്റർ പറഞ്ഞോ, 3i + 2j. എല്ലാവരും എഴുതിക്കോട്ടാ, + 6k. സോ വെക്റ്റർ A.B പറഞ്ഞോ അല്ലേ. ഡോട്ട് പ്രൊഡക്റ്റിന്റെ ആൻസർ എന്തായിരിക്കും? നമ്മൾ ട്രിക്കിൽ പഠിച്ചിട്ടുണ്ട്. എന്താ ഡോട്ട് പ്രൊഡക്റ്റിന്റെ ആൻസർ കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ. IJ-ക്കൊക്കെ ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഞാൻ ഇവിടെ A.B കാണാണ്. ഇവിടെ ഐയുടെ കൂടെ ആരും ഇല്ലെങ്കിൽ 1 ആണ്. ഞാൻ ഇവിടെ അപ്പോൾ 1 × 3 എത്രയാടാ? 3 സാർ I.I 1 ആയി പോയി അല്ലേ. 2 × 2. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വെക്റ്റർ വീഡിയോ കാണാം. വീഡിയോ സെക്ഷനിൽ കാണാം, നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. 2 × 6 എത്രയാടാ? 12. ഓക്കെ, 12 × 4 16. എത്രയാടാ? 14 16 19 കേട്ടോ. 19 കിട്ടും. ഇനി മോഡുലസ് A മോഡുലസ് B സെപ്പറേറ്റ് കാണും. ഇവിടെ മോഡുലസ് B1.B2 B1 മോഡുലസ് B1 മോഡുലസ് B2 കാണും. സോ മോഡുലസ് B1 സാർ എന്താ? വെക്റ്റർ കണ്ട ആൾക്കാർക്ക് അറിയാം. റൂട്ട് ഓഫ് എന്ത് വരൂടാ? 1² + 2² + 2². സോ ആൻസർ ഞാൻ ഡയറക്റ്റ് എഴുതാണ്. √9 ആണ്. സോ ഫൈനൽ ആൻസർ 19/√9 എത്രയാടാ? 3 ആണ്. സാറേ √9 ഒറ്റയടിക്ക് √9 3 ആണ്. √9 3 ആണ് നമുക്കറിയാലോ. അതുപോലെ 3² + 4² കണ്ടുകൂടെ?
വീഡിയോ ലെങ്ത് കൂട്ടേണ്ട വെച്ചിട്ടാണ് ഇങ്ങനെ ഷോർട്ടാക്കി പോകുന്നത് കേട്ടോ. 3 എത്രടാ 9, 4 16, 12 144. ഒക്കെ പാടെ കൂട്ടറ, ഒക്കെ പാടെ കൂട്ട്. നിങ്ങൾ കൂട്ടിക്കോ മക്കളെ, നിങ്ങൾ കൂട്ടിക്കോ. സാറേ ആൻസർ തെറ്റി പോകുന്നില്ല. ഓക്കെ, ഒക്കെ പാടെ കൂട്ടുമ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കുട്ടിയുടെ മക്കളെ, കുട്ടിയാ. റൂട്ട് 49 ഇവിടെ തെറ്റിണ്ടല്ലോ. റൂട്ട് 9 3 സ്ക്വയർ 2 സ്ക്വയർ 6 സ്ക്വയർ. ഇത് 6 സ്ക്വയർ ആണല്ലോ. എന്താണ് മക്കളെ ഞാൻ നോക്കുന്നത് കേട്ടാ. റൂട്ട് 49 അല്ലേ, റൂട്ട് 40 എടാ, അതൊക്കെ ഓൾറെഡി വെക്ടറിലുണ്ടാ. റൂട്ട് 49 എത്രയുടെ 7 ആണ് കേട്ടോ. റൂട്ട് 49 7 ആണ്. സോ ഫൈനലി കോസ് തീറ്റ ഈക്വൽ ടു 19 3 × 7 21. സോ തീറ്റ ഈക്വൽ ടു എന്താ, ഇനി കട്ട് ചെയ്യാനൊന്നുമില്ലടാ. സോ കോസിന് 2 പറപ്പിച്ച എല്ലാ ക്ലാസ്സും കാണുന്ന കുട്ടികൾക്കാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞൊക്കെ വേഗം മനസ്സിലാവുന്നുണ്ടോ. സോ തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 19/21. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടാ. നോമ്പേക്കാൻ ഭയങ്കര ക്ഷീണടാ. പിന്നെ നിങ്ങളോടുള്ള ആ ഒരു കുറേ പേര് നന്നായി മെസ്സേജ് അയക്കുന്നു. അപ്പോൾ ആ മെസ്സേജ് കണ്ടപ്പോൾ പിന്നെ എനർജി വന്നതാണ്. ഓക്കെ ശരി, നോക്കേ. ഇനി 2 കാർട്ടീഷ്യൻ ഫോമിൽ ഇതുപോലെ തന്നിട്ടുണ്ടാ. ഇത് ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻ, ജസ്റ്റ് കാർട്ടീഷ്യൻ ഫോം. അത് ഇവർ പറഞ്ഞിരിക്കണം ആർ പെർപെൻഡിക്കുലർ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലാംഡ. ഇത് വെക്ടറിലും വരുന്നൊരു ടോപ്പിക്കാണ് കേട്ടോ. ലാംഡ കാണാൻ എ ഡോട്ട് ബി 0 ആണെങ്കിൽ, അത് എ ഡോട്ട് ബി സമം 0 ആണ്. ഇതിന്റെ ഫോർമാറ്റ് ഇതാണ്. വെക്ടർ എ ഡോട്ട് ബി സമം 0 ആണ് എന്ത്, ശരിക്കും പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആണ്. ഇത് വെക്ടറിലും വരും കേട്ടോ. വെക്ടറിൽ ഇതുപോലത്തെ ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. 2 വെക്ടറുകൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം അതിൽ ഇതുപോലെ ലാംഡയോ ഒക്കെയോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ അത് ഇവിടെ അതും കൂടെ പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എ ഡോട്ട് ബി 0 ആണ്. അപ്പോൾ എ ഡോട്ട് ബി നിങ്ങൾ പഠിച്ചു വെക്കുക. എ ഡോട്ട് ബി 0, അതായത് ഒന്നുമില്ലടാ, ഈ ഡയറക്ഷൻ റേഷ്യോസിന്റെ പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അത് 0 എന്ന് എഴുതിയാൽ മതി. എന്ത് വരുമ്പോൾ ഇതുപോലെ 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ പറ 3 × 3 പറഞ്ഞോ. 3 × 3 9 ലാംഡ പ്ലസ് ഇപ്പിടണ്ട. 3 × 3 9 ലാംഡ. സോ അതുപോലെ തന്നെ 2 ലാംഡ × 1 2 ലാംഡ. എന്ത് 2 ലാംഡ പ്ലസ് 2 ലാംഡ. പിന്നെ 2 × -5 എത്രടാ -10 സമം 0 എന്ന് എഴുതാം. എന്തുകൊണ്ടാണ് 0 എന്ന് എഴുതിയത്? കാരണം ഇവരുടെ പ്രോഡക്റ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും എപ്പോൾ പെർപെൻഡിക്കുലർ ആവും. ബട്ട് അങ്ങനെ പഠിച്ചു വെക്കുക. ഇനി ലാംഡകൾ കിട്ടും. 9 ലാംഡ 11 ലാംഡ. -10 അങ്ങോട്ട് ചാടിയ 10. സോ ലാംഡ ഈക്വൽ എത്രടാ 10/10. വളരെ സിമ്പിളാണ് കേട്ടാ. പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ഡോട്ട് ബി എന്തായിരിക്കും, 0 ആയിരിക്കും. എല്ലാ ക്വസ്റ്റിനും നമ്മൾ പഠിക്കണം. എല്ലാ ക്വസ്റ്റിനും ഇതിലുണ്ട്, മനസ്സിലായോ? എക്സാം ഇതിൻ്റെ മുകളിൽ പോവില്ല. അവർ ഇവിടെ നിന്നാട്ട് ഡൽഹിയിൽ നിന്നാണ് ദുബായിൽ നിന്ന് എവിടെ വെച്ചാൽ കൊണ്ടുവരട്ടെ ക്വസ്റ്റ്യൻ ഇടാൻ വേണ്ടിയിട്ട്. എന്ത് കൊടുത്താലും നമ്മളിതിൽ തകർക്കും കേട്ടോ. ചില ആളുകൾക്ക് പേടിയാണ് ഇനിയിപ്പോൾ പാളുമെന്നുള്ളത്. മാത്സ് നിങ്ങൾ ഡെപ്തിൽ പഠിച്ചോ, ഒന്നും പാളില്ല കേട്ടോ. എടാ ഫൈൻഡ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസ്. ഇതാണ് നമ്മളിതിൽ ഇനി മെയിനായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ഇത് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഓൾറെഡി ഉണ്ട്. ഷോർട്ടസ്റ്റിൻ്റെ എന്താ പറയുക, വെക്ടർ ഫോർമാറ്റ് ഞാൻ ചെയ്യുന്നില്ല. അതിൻ്റെ വീഡിയോ ഉള്ളത് കൊണ്ട് നമുക്ക് സമയമില്ല എടാ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഷോർട്ടസ്റ്റ് ബിറ്റ്വീൻ 2 ലൈൻസ്. ഇത് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ഒരു സാധ്യത ഉണ്ട്. കാരണം വെക്ടറാണ് വന്നിട്ടുള്ളത്. ഇത് കാർട്ടീഷ്യൻ ഫോർമാറ്റ് ആണ്, കാർട്ടീഷ്യനിൽ വരാം. ഓക്കെ, സോ ഇതിൽ നമുക്കൊരു ഫോർമുല ഒക്കെ ഉണ്ടടാ. ഇതിലാണ് എല്ലാ ആളുകളും ഫോർമുലയൊക്കെ ടെൻഷൻ ആക്കുന്നത് അല്ലേ. ഏറ്റവും കൂടുതൽ കുട്ടികളെ തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻ കേരളത്തിൽ ഈ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 0.2% അല്ലെങ്കിൽ 1% ഇല്ല എന്നാണ് കാൽക്കുലേറ്റ് കണക്ക് കേട്ടോ. 1% കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല പോലും ഈ ക്വസ്റ്റ്യൻ ശരിയാക്കുന്നില്ല. 1% കുട്ടി പോലും ശരിയാക്കുന്നില്ല. അല്ലെങ്കിൽ 1% താഴെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, വളരെ ശരിയാക്കുന്നത്. 100 പേര് എഴുതുമ്പോൾ ഒരാൾ. അപ്പോൾ നിങ്ങൾ ആലോചിക്കാത് തെറ്റാൻ എന്താ, ചെറിയ പഠിക്കുന്ന കുട്ടികൾ ഇത് തെറ്റിക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെ കാരണങ്ങളുണ്ട്. ആ കാരണം ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അത് തെറ്റൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതെങ്ങനെയാണ്. അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി എക്സാമിന്. അപ്പോൾ നിങ്ങൾക്ക് തെറ്റില്ല കേട്ടോ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ടേ. സോ അതിൻ്റെ ഫോർമുല നമുക്ക് നോക്കാം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ SD മാത്രം പഠിച്ചാൽ മതി. ഏറ്റവും ചെറിയ അകലം. അവിടെ കോസ് തീറ്റ ഒന്നും എഴുതരുത്, മനസ്സിലായി? കാരണം അകലല്ലേ പറഞ്ഞത്. അകലത്തിൽ എന്ത് ആംഗിൾ പറയുമ്പോഴാണ് തീറ്റ. അകലം പറയുമ്പോൾ SD. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ SD. ഇതിൻ്റെ ഫോർമുല ചില ആളുകൾക്ക് ഭയങ്കര പേടിയാവും അല്ലേ. കാരണം ഇതിൻ്റെ ടോപ്പിൽ ഒരു ഡിറ്റർമിനൻ്റ് ഉണ്ട്. ഈ ഇക്വേഷൻ്റെ ടോപ്പിൽ ഒരു ഡിറ്റർമിനൻ്റാണ്. ഡിനോമിനേറ്ററിൽ നമുക്ക് എന്താണ്, റൂട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടാണ്. എല്ലാത്തൊരു ഭയാനക ഫോർമുല അല്ലേ, എന്താ ചെയ്യുക. സോ ടോപ്പിലെ ഡിറ്റർമിനൻ്റാണ്. ഈ ഫസ്റ്റ് റോ നമ്മൾ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്, x2 - x1. അപ്പോൾ ഒബ്വിയസ്ലി അടുത്ത പിന്നെ കിട്ടും y2 - y1, അടുത്ത് കിട്ടും z2 - z1. അപ്പോൾ ആദ്യത്തെ ലൈൻ കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ടാസ്ക്. x2 - x1 എന്ന് പഠിക്കുക. സോ y2 - y1, z2 - z1. പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ക്വസ്റ്റ്യൻ്റെ ഒക്കെ ഡിനോമിനേറ്റർ കണ്ട ഇതാണല്ലോ നമ്മളെ A1 B1 C1. ഇതാണല്ലോ A2 B2 C2. ഇങ്ങനെയല്ലേ ഉള്ളത് ഇതിൻ്റെ ജനറൽ ഫോർമാറ്റ് ഇവിടെ കിടക്കുന്നു.
ഇതാ നോക്കേ. അപ്പോൾ ഈ ജനറൽ ഫോർമാറ്റ് ഞാൻ ഇത് ഇവിടുത്തെ ഇതാണ് ഇതിൻ്റെ ജനറൽ ഫോർമാറ്റ് കേട്ടോ, കാർട്ടീഷ്യൻ്റെ ജനറൽ ഫോർമാറ്റ്. ഞാൻ അവിടെ വീണ്ടും എഴുതുന്നില്ലടാ. സോ ഇതിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം A1 B1 C1. ഞാനത് അവിടെ എഴുതാം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് കത്തൂല. ഓക്കെ, ഞാൻ ഇവിടെ എഴുതി വെക്കാം. അതാണ് കേട്ടോ. എടാ ജനറൽ ഫോർമാറ്റ് ഒന്നും കൂടെ എഴുതാം. x - x1 / A1 = y - y1 / B1 = z - z1 / C1. അതുപോലെ x - x2 / A2 = y - y2 / B2 = z - z2 / C2. എടാ ഇതാണ് നമ്മളെ ജനറൽ ഫോർമാറ്റ്. എല്ലാവരും നോക്കേ. സോ ഇതിൽ കാണുന്ന ഈ റേഷ്യോ ഇല്ല, ഡയറക്ഷൻ റേഷ്യോ A1 B1 C1, അത് ഇവിടെ കൊടുക്കുക. A1 B1 C1. ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്ത് കൊടുക്കുക? A2 B2 C2 എന്ന് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് കൊടുത്തൂടെ. അതിനുശേഷം റൂട്ട് ഓഫിൽ എന്താ വരിക വെച്ചാൽ ഈ ഫസ്റ്റ് നമ്പറിന്റെ റോയും കോളും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് കോളം, ഇതാണ് കോളം. എലിമിനേറ്റ് ചെയ്ത് കിട്ടുന്ന നമ്പറുകളില്ലേ, കിട്ടുന്ന നമ്പറുകൾ 4 നമ്പറാണുള്ളത്. ആ 4 നമ്പറിന്റെ ഡിറ്റർമിനന്റ് കാണും. സാർ അതെങ്ങനെ ഡിറ്റർമിനന്റ് ആണ്? വളരെ സിമ്പിൾ. നമ്മൾ ഡിറ്റർമിനന്റ് എങ്ങനെ ഇവർ തമ്മിൽ ക്രിസ് ക്രോസ് ചെയ്യല്ലേ ചെയ്യുക, ഇവരും ഗുണിക്കും അല്ലേ. എന്ത് B1 C2 മനസ്സിലായടാ. ഈ 4 നമ്പറിന്റെ ഡിറ്റർമിനന്റ് എഴുതണം. ആ ഡിറ്റർമിനന്റ് സ്ക്വയർ ആണ് എഴുതേണ്ടത്. പെടാ പണി വാളോ. ഫസ്റ്റ് x2 - x1 റോയും കോളും കളഞ്ഞാൽ കിട്ടുന്നത് 4 നമ്പറാണല്ലോ. ഈ 4 നമ്പറിന്റെ ഡിറ്റർമിനന്റ് കാണുന്ന പ്രോസസ്സ് ഉണ്ട്. ആ ഡിറ്റർമിനന്റ് എങ്ങനെ കാണാറ് പറഞ്ഞ് B1 C2 അല്ലെ, B1 C2 മൈനസ് എന്താ ചെയ്യുക B2 C1. ഇങ്ങനെയല്ലേ നമ്മൾ ഡിറ്റർമിനന്റ് കാണുക. അതിന്റെ സ്ക്വയർ ഇത് മറക്കും, അതിന്റെ സ്ക്വയർ പ്ലസ് ഓഫ് സം ഓഫ് അല്ലെങ്കിൽ പ്ലസ് ഓഫ്. അടുത്തത് ഇതേപോലെ റിപ്പീറ്റ് ചെയ്യാം. y2 - y1 റോ സെയിം തന്നെ, പക്ഷെ കോളം മാറി. അപ്പോൾ നമ്പർ മാറും. A1 C2 അതിന്റെ ഡിറ്റർമിനന്റ് അല്ലേ കാണുന്നത്, A1 C2 - A2 C1. ഇത് നമ്മളിവിടെ വാല്യൂ കൊടുക്കുന്നു വേണ്ട, അത് ജസ്റ്റ് ഡമ്മി ആയിട്ട് ഒരു ഫോർമുല എഴുതി വെച്ചാൽ മതി. ഈ ഫോർമുല ഇങ്ങനെ മൈന്യൂട്ടായിട്ട് അവിടെ അരിച്ച് പറക്കാനൊന്നും പോകുന്നില്ല. അത് നമുക്ക് ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ആ ഫോർമുല ഇവിടെ ഇങ്ങനെ കൊണ്ടുകൊടുക്കൊന്നുമില്ല, അത് നമുക്ക് ഡയറക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇപ്പോൾ ഒരു A1 C1 എന്തെങ്കിലും തെറ്റിപ്പോയാലൊന്നും വിഷയമുള്ളൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതിയാൽ മതി എന്ന് മാത്രം. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഫൈനലി ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, എന്താണ് ക്രോസ് ചെയ്താൽ A1 B2 - A2 B1 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമുല. ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടി സിമ്പിളാണ് കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് ഫോർമുലയാണ്. ഈ ഫോർമുല എഴുതുന്ന എക്സാമിന് എഴുതണമെന്ന് നിർബന്ധമാണ്, കാരണം ഇതിന് 1/2 മാർക്ക് ഉണ്ടല്ലോ ഫോർമാറ്റിന്. അപ്പോൾ ഇത് എഴുതുന്നതിൻ്റെ എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റിപ്പോയാലും അത് പ്രശ്നമൊന്നുമില്ല, കാരണം അത് അറിയൊന്നുമില്ല. കാരണം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ല ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുന്ന് നമ്പറുകൾ എടുത്തിട്ട് ഇവിടെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ 1 2 ഇങ്ങനെ ഒന്നും കൊടുക്കുന്ന മെത്തേഡ് സ്കൂളിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യിച്ചിട്ടുണ്ടാവും. പക്ഷേ അതൊന്നും നമുക്ക് വേണ്ട. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആൻസർ തെറ്റാൻ ചാൻസ് കൂടുതൽ. ഞാൻ പറഞ്ഞല്ലോ ഈ പ്രോബ്ലം ചെയ്യുന്നത് 1% താഴെ കുട്ടികൾ മാത്രമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് തെറ്റാതിരിക്കാൻ എന്താ വിദ്യ എന്നുള്ളതാണ് നമ്മൾ ഈ ഓരോ ടോപ്പിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഈ പ്രോബ്ലത്തിലോട്ട് പോവാം. നമ്മളെ പ്രോബ്ലം എവിടെ? ഇതിൽ തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ. ഓക്കെ, ഇതാണല്ലോ നമ്മളെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഷോർട്ടസ്റ്റ് ഒക്കെ വായിച്ചോളൂ അല്ലേ. ഷോർട്ടസ്റ്റ് ഫോർമുല പറഞ്ഞോ മക്കളെ. SD = എടാ ടോപ്പിൽ നമുക്കറിയാം ഡിറ്റർമിനൻ്റ് ആണ്. ഓക്കെ, നമുക്കറിയാം x2 - x1 y2 - 1. ഇത് നിങ്ങൾ സൈഡിൽ ഇതുപോലെ സാറ് പറഞ്ഞ പോലെ നിങ്ങൾ എക്സാമിന് ചെയ്യണം കേട്ടോ. x2 - x1 y2 - y1 z2 - z1 നിങ്ങൾ സെപ്പറേറ്റ് കാണണം. അപ്പോൾ സാറ് ഈ x2 അതൊക്കെ എവിടുന്നാണ് കിട്ടുക? അപ്പോൾ നിങ്ങൾ ജനറൽ ഫോം നോക്കണം, ജനറൽ ഫോമായിട്ട് കണക്ട് ചെയ്യണമെന്ന്. കുറച്ച് പണിയുണ്ട് കേട്ടോ. അതാണ് നോക്ക് മക്കളെ, ഇത് ജനറലി ഇവിടെ മൈനസാണ്. കുറേ പേര് തെറ്റിക്കുന്ന കാര്യമാണ്. അതൊക്കെയാണ് മൈന്യൂട്ടായിട്ട് എക്സാമിന് തെറ്റിക്കാൻ പോകുന്നത് കേട്ടോ. ഇവിടെ ജനറൽ ഫോമിൽ മൈനസാണ്. ആ മൈനസ് കഴിഞ്ഞാൽ x1 ആരാ? അപ്പോൾ നമ്മളിത് എഴുതിയെടുക്കണം. x1 എഴുതിയെടുക്കണം അല്ലേ. നോക്ക് മക്കളെ, ഈ 3 ഞാൻ ഇവിടെ ഒന്നും കൂടെ കൊടുക്കാം ഫോർമുല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ പ്രശ്നമാണെന്ന്. x - x1 / A1 = y - y1 / B1 = z - z1 / C1. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എളുപ്പത്തിന് മനസ്സിലാവും. നോക്കേ, ഈ x1 സെപ്പറേറ്റ് 3, x1 = 3 ആണ്. കാരണം ഈ മൈനസും ഈ മൈനസും ഇവിടെ കോമണാണ്. അപ്പോൾ x1 എക്സാക്ട്ലി ഇത്രയാണ് 3. അതൊന്ന് എഴുതി വെക്കുക. നിർബന്ധമാണോ സാറേ? നിർബന്ധമൊക്കെ തന്നെയാണ്, എഴുതി വെക്കുക, അല്ലെങ്കിൽ എന്താ നമുക്ക് തെറ്റിപ്പോകും. അതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ y1 എത്രയാണ്? ഒബ്വിയസ്ലി 1 ആണ്. ഇനി ഇവിടെ തെറ്റിന കാര്യം ശ്രദ്ധിച്ചോട്ടാ. y1 1 ആണ്. ഈ z1 എഴുതുമ്പോൾ എല്ലാവരും തെറ്റാ. മക്കളെ ശ്രദ്ധിച്ചോ, അവിടെ പ്ലസ് വന്നാൽ നിങ്ങൾ മറക്കണ്ട, എക്സാമിന് ആ പ്ലസിനെ 2 മൈനസായിട്ട് പിരിക്കാലോ. കാരണം പ്ലസ് നന്നായി ശ്രദ്ധിച്ചു പറഞ്ഞിട്ടാ. പ്ലസ് എന്ന് പറഞ്ഞാൽ 2 മൈനസ് ആണല്ലോ. മൈനസ് കൂടിയിട്ടല്ലേ പ്ലസ് ഉണ്ടാവുക. പ്ലസിനെ പിരിച്ചാൽ 2 മൈനസ് ആവുമല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഈ ജനറൽ ഫോർമാറ്റ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്ക്. ജനറലി ഇവിടെ മൈനസാണ്, അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് ആ മൈനസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ z1 എത്ര വരിക? -3 ആണ്. ഇനി ഇങ്ങനെയൊന്നും പറ്റിയില്ല, നിങ്ങൾ ഇങ്ങനെ പഠിച്ചോ. പ്ലസ് വന്നാൽ z1 എത്ര ആയിരിക്കും? -3 ആയിരിക്കും കേട്ടോ.
അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം, അതെല്ലാം എന്നുണ്ടെങ്കിൽ പണി പാടുവേ. ഓക്കെ, z1 ഈക്വൽ ടു -3. ഒബ്വിയസ്ലി ഇപ്പോൾ x1 y1 z1 എഴുതിയ പോലെ തന്നെ ഇത് എഴുതാലോ. ഇവിടെ പ്ലസ് വന്നാൽ നമുക്കറിയില്ല മൈനസ് ആണ് പറഞ്ഞു. അപ്പോൾ x2 എത്ര വരുമോടാ? -5. അതുപോലെ y2 എത്രടാ? -2. z2 എത്ര? സിംപ്ലി 3 മാത്രമേ വരുള്ളൂ. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ x2 - x1 y2 - y1 z2 - z1 ഇതാണ് നമ്മുടെ ഡിറ്റർമിനന്റിലെ ഫസ്റ്റ് റോ അല്ലേ? നിങ്ങൾ നോക്കുന്നില്ലേ നേരത്തെ ഇക്വേഷനിൽ ഈ ഫസ്റ്റ് റോ നോക്കിയേ, x2 - x1 y2 - y1 z2 - z1 എന്നുള്ളത് ആ ഫസ്റ്റ് റോ ആണ് നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റോ തെറ്റാതെ കണ്ടെത്താൻ വേണ്ടി ഇത് അങ്ങനെ തന്നെ ചെയ്യാം. x2 - x1, അപ്പോൾ x2 ഞാൻ ഇവിടെ കൊടുക്കാം -5. x2 -5 ആണ്. പിന്നെ മൈനസ് ഫോർമുലയിലുണ്ട്. x1 എത്രയാണ്? 3 ആണ്. ഓക്കെ, എത്ര റിസ്ക് ഉണ്ട് അല്ലേ? പക്ഷേ നല്ല ശ്രദ്ധിച്ച് ചെയ്താൽ ആൻസർ കിട്ടും -8. അതുപോലെ y2 - y1 -2 - y1 എത്രയാടാ? 1. സോ ആൻസർ എത്ര? -3. അതുപോലെ z2 - z1 3 - -3. സോ ആൻസർ എത്രയാടാ? മൈനസ് പ്ലസ് ആകുമ്പോൾ +6 കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഡിറ്റർമിനന്റിൽ ഇവിടുത്തെ വാല്യൂ നമുക്ക് ഇനി പുള്ള് ചെയ്യാം. -8 -3 6. A1 B1 C1 ഇവിടെ നോക്കി എഴുതിയാൽ മതി. 2 5 4. അത് പിന്നെ റിസ്ക് ഇല്ല, നമുക്ക് വേഗം എഴുതാൻ പറ്റും. 2 5 4 1 1 2. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ്റെ ടോപ്പ് അതാണല്ലോ, ഓൾ ഡിവൈഡ് ബൈ. ഇനി ശ്രദ്ധിച്ചോ, √. ഇനി ഞാൻ പറഞ്ഞു ഈ A1 A2 B1 ആ സാധനം ഒന്ന് കൊണ്ടുവരേണ്ട ഇവിടെ, ഒക്കെ കൊണ്ടുവന്ന് ആകെ അലമ്പാവും. മനസ്സിലായ? ആ ഫോർമുലയിൽ കൊണ്ടുപോയിട്ട് അവിടെ പുള്ള് ചെയ്യുന്നൊക്കെ തെറ്റും നിങ്ങൾ എക്സാമിന്. ഞാൻ പറഞ്ഞാൽ അതൊന്നും നിങ്ങൾ ചെയ്യണ്ട. ഏറ്റവും ടോപ്പ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ആൻസർ ആക്യുറേറ്റ് ആയിട്ട് എത്താൻ പറ്റും കേട്ടോ. അതിനെ മാർക്കുള്ളൂ, A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. സോ നിങ്ങൾ നോക്കി നോക്കിയേ, ഈ -8ൻ്റെ റോയും കോളും എലിമിനേറ്റ് ചെയ്തിട്ടല്ലേ ആ നമ്പർ പറഞ്ഞത് 5 4 1 2. എന്നിട്ട് എന്താ ചെയ്യുന്നത്? 5 × 2 അല്ലെ? ആ ഡിറ്റർമിനന്റ് കണ്ട്, ആ ഡിറ്റർമിനന്റ് സ്ക്വയർ എന്നല്ലേ പറയുന്നത്? അത് നമ്മളിവിടെ ചെയ്താൽ മതി. 5 × 2 എത്രയാ പറഞ്ഞു? 10. -1 × 4 എത്ര? 4. അതിൻ്റെ സ്ക്വയർ. ഇങ്ങനെ ചെയ്താൽ മതി ഇവിടെ. ഇനി രണ്ടാമത്തെ കേസ്, റോ കോളം പോയി കഴിഞ്ഞാൽ 2 × 2 4 -1 × 4 4 അല്ലേ? സ്ക്വയർ പ്ലസ് അടുത്ത് ഫൈനലി എന്താടാ? ഈ നമ്പറിൻ്റെ റോ കോളം 2 × 1 2 -1 × 5 എത്രടാ? 5 ഹോൾ സ്ക്വയർ. പിന്നെ ഇത് സിംപ്ലിഫൈ ചെയ്യുന്നതോടെ ആൻസർ കിട്ടും. പക്ഷേ ഇനി ഇവിടെ കാണേണ്ടത് എന്താ വെച്ചാൽ റിസ്ക് പാർട്ട്. ഇവിടെ ഡിറ്റർമിനന്റ് കാണാനുള്ള വലിയൊരു പാർട്ടുണ്ട്. കാരണം ന്യൂമറേറ്റർ ഡിറ്റർമിനന്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഡിറ്റർമിനന്റ് കാണടാ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടോട്ട് അതിനെ കൊണ്ടുവരണം. -8 -3 6 അല്ലേ? അപ്പോൾ നമുക്ക് ഡിറ്റർമിനന്റ് സെപ്പറേറ്റ് ഇവിടെ കാണാം. -8 -3 6. നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ല നമ്പർ. ഓക്കെ, -254 112 അല്ലേ? 254 112. ഓക്കെ, ശരി. സോ പ്ലസ് മൈനസ് പ്ലസ്, ഇതാണല്ലോ ഓർഡർ. അതിൻ്റെ ടോപ്പ് എപ്പോഴും നമ്മൾ ഡിറ്റർമിനന്റ് കാണാം കേട്ടോ, വേറെ ഒന്നുമില്ല. സോ നമ്മൾ കാണാടാ, പ്ലസും മൈനസും വന്നാൽ നോക്കിട്ടാ. ഇവിടെയൊക്കെ ചില കുട്ടികൾ തെറ്റിക്കും, അതാ പറയുന്നത്. പ്ലസും മൈനസും വന്നാൽ മൈനസ്. സോ -8 ഡിറ്റർമിനന്റ്. മൈനസിൻ്റെ മൈനസ് എന്താടാ? +3 ഡിറ്റർമിനന്റ്. +6 +6. ഇവിടെയൊക്കെ ഇവിടെയൊക്കെ പിള്ളേർ തെറ്റിക്കുന്ന ഏരിയയാണ്. കറക്റ്റ് ചെയ്താൽ തെറ്റില്ല. എന്നിട്ട് -8ൻ്റെ റോയും കോളും എലിമിനേറ്റ് ചെയ്താൽ കിട്ടുന്ന നമ്പർ എത്രടാ? 5 4 1 2. സോ ഒബിയസ്ലി -2 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടൂടാ? 2 4 1 2 ബ്ലാ ബ്ലാ. എത്ര കിട്ടും? 2 5 1 1. സോ സിംപ്ലിഫൈ ചെയ്യുക. -8 അല്ലേ? നമുക്കറിയാം +3. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്യുന്ന അതേ പ്രോസസ്, ആസ് യൂഷ്വൽ പ്രോസസ്. ഡിറ്റർമിനന്റ് കാണാം. 5 × 2 എത്രയാണ്? 10 - 4 ആണ്. അതുപോലെ 2 × 2 4 - 4 ആണ്. അതുപോലെ 2 - 5 ആണ്. സോ -8 10 - 6 എത്രയാണ്? 6 ആണ്. +3 × അല്ലേ 0 തന്നെ പുറത്ത് പോട്ടെ 0 +6 -3. സോ എത്ര ഇടാ? 8 40 6 48 -48. ഓക്കെ, +0 0 0. 6 -18. സോ 40 50 40 50 50 66 അല്ലേ? -66. കാൽക്കുലേറ്ററിൽ കൊടുത്താലും മതി. -66 കിട്ടും. -66. ഓക്കെ, -66 ഡിറ്റർമിനന്റ് കിട്ടുക. സോ നമുക്ക് ഇനി ഇവിടെ നേരെ ഞാൻ SD ഇവിടെ തന്നെ എഴുതാം. സോ -66 √. ഇനി നമ്മൾ നേരത്തെ എൻ്റെ ഡിനോമിനേറ്റർ ഒക്കെ ഒന്ന് നോക്കാം. ഇത് വലിച്ചിട്ടുണ്ടാവും പ്രോബ്ലം അല്ലേ? 10 - 4 എന്ന് പറഞ്ഞാൽ എത്രയുടെ? 6 ആണ്. 6ൻ്റെ സ്ക്വയർ. ഓക്കെ, 6ൻ്റെ സ്ക്വയർ. ഓക്കെ, 6ൻ്റെ സ്ക്വയർ പ്ലസ് പിന്നെ 4 - 4 അത് 0 സ്ക്വയർ ആണ്. പിന്നെ കൊണ്ട് 2 - 5 സോ -3 സ്ക്വയർ അല്ലേ? -3 സ്ക്വയർ. അപ്പോൾ നോക്കാം, -66 6ൻ്റെ സ്ക്വയർ എത്രയുടെ? 36. 3ൻ്റെ സ്ക്വയർ എത്രയുടെ? 39. സോ -66 39 40 45 കിട്ടും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. മക്കളെ നിങ്ങൾ പറ, അകലം എന്താടാ? ഓൾവേസ് പോസിറ്റീവ് ആണ്. ആണോ അല്ലേ? ആണ്. സോ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 66 എന്ന് എഴുതിയാൽ മതിട്ടാ. 66 എന്ന് എഴുതണം കേട്ടോ. ഇവിടെ വെച്ച് ഫിനിഷ് ചെയ്യാം. ആർക്ക് വളരെ ബിലോ എവറേജ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർ പിന്നെ ഇവിടെ വെച്ചിട്ട് ഫിനിഷ് ചെയ്തു.
പിന്നെ കൂടുതൽ റിസ്ക് എടുക്കാൻ പോകണ്ട. അതല്ല ഒന്നും കൂടെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളിത് നോക്കുക. ഒന്നൊരു കീയും കൂടെ ഫിനിഷ് ചെയ്യാനുണ്ട് നോക്കേ. കാരണം 66 ഒരു 3ന്റെ മൾട്ടിപ്ലൈ പോയി. 45 നമുക്ക് എന്ത് ചെയ്യാം 9/5 എന്ന് എഴുതും ചെയ്യാം. കാരണം 9/5 45 അല്ലേ. സോ അത് സ്പ്ലിറ്റ് ചെയ്താൽ എന്ത് കിട്ടും 66/√9 ഇൻറ്റു സാർ ഇത് നിർബന്ധമാണ്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നത് നിങ്ങൾ മെസ്സേജ് ആയിട്ട് ചോദിക്കണമെന്നില്ല. ഇത് അത്രയും സ്കില്ലഡ് ആയിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ √9 3 √5 ഈ 3 66 കട്ടാവും. എത്രടാ 22 തവണ കേട്ടോ. സോ ഇതാണ് ഫൈനൽ കീ. പരമാവധി കുട്ടികൾ ഇവിടെ എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. പറ്റുന്ന ആൾക്കാരൊക്കെ ഇവിടെ എത്തട്ടെ കേട്ടോ. അതല്ലാത്ത ആളുകളൊക്കെ ഇവിടെ വെച്ച് ഫിനിഷ് ചെയ്യും കേട്ടോ. വലിയ പേടിക്കൊന്നും വേണ്ട. പറ്റുമെങ്കിൽ ചെയ്യും. ഞാൻ പറഞ്ഞാൽ വളരെ ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ലാസ്റ്റ് സമയത്ത് ഫോളോ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ അവരവിടെ വെച്ച് നിർത്തട്ടെ കേട്ടോ. അപ്പോൾ എക്സാമിന് ഇതിൽ നിന്ന് ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ഗ്യാരണ്ടീഡ് ആയിട്ട് ചോദിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാനിവിടെ പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ ഞാൻ ഒക്കെപ്പാടെ പറഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷൻ ആവുച്ചിട്ടാണ് ഞാനിവിടെ പറയാം. ഇവിടെ ഒരു ഓൾ മോഡുലസ് ഉണ്ട്. ഈ ഓൾ മോഡുലസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആ -66 പ്ലസ് ആക്കുന്നത്. കാരണം അകലമല്ലേ, അകലം ഓൾവേസ് പോസിറ്റീവ് അല്ലേ, ഡിസ്റ്റൻസ് ഓൾവേസ് പോസിറ്റീവ് അല്ലേ. അപ്പോൾ ഞാനത് ഇവിടെ പറഞ്ഞിട്ട് ഇനി മൊത്തത്തിൽ ചളാക്കണ്ടാച്ചിട്ടാണ് അവസാനത്തേക്ക് അത് പറഞ്ഞത് കേട്ടോ. ടെൻഷൻ ആവണ്ടേ എടാ മക്കളെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ അല്ലേ പഠിക്കാണ്ട്. ഞാനൊരു പ്രോബ്ലം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ പ്രോബ്ലം നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുതിക്കോ കേട്ടോ. നിങ്ങളൊന്ന് എഴുതോ. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞിട്ടെ. കാരണം ഇത് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ട് കുട്ടികൾക്ക് ടഫ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. അതായത് ഒരു കൺവേർഷൻ കേട്ടോ. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോട്ടെ. ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയതാണ്. ക്വസ്റ്റ്യൻ ആയിട്ട് എല്ലാവരും എഴുതിക്കേ. ഞാൻ ഇവിടെ തന്നെ എഴുതിത്തരാം. എല്ലാവരും എഴുതിക്കേ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത് എഴുതുന്നത്. ലൈൻ പാസിംഗ് ത്രൂ. പക്ഷെ വളരെ സിമ്പിളാണ് കേട്ടോ. ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് 211. നമുക്ക് ടൈപ്പ് ചെയ്യാൻ പിന്നെ ഗ്യാപ്പ് ഇല്ലടാ. അതാണ് 211 4,3,2 ഇൻ ദ വെക്ടർ ആൻഡ് കാർട്ടീഷ്യൻ ഫോം. ഇൻ ദി വെക്ടർ ആൻഡ് കാർട്ടീഷ്യൻ ഫോം. നമുക്ക് 2 പോയിന്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് വെക്ടർ ഫോമും കാർട്ടീഷ്യൻ ഫോമും കണ്ടെത്താൻ പറ്റും. വളരെ സിമ്പിൾ കേട്ടോ. ഇൻ ദി വെക്ടർ ആൻഡ് കാർട്ടീഷ്യൻ ഫോം. അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ലൈൻ. അത് ഞാൻ അപ്പോൾ ഇതിൽ ചെയ്യുന്നില്ല. അത് നമുക്കിതിനെ കാർട്ടീഷ്യൻ ഫോർമാറ്റിലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ സബ്ബായിട്ട് ഒരു ക്വസ്റ്റ്യൻ തരാം. ഒരു വെക്ടർ ഫോർമാറ്റ് തരും. എന്നിട്ട് ആ വെക്ടർ ഫോർമാറ്റ് തന്നിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ cos θ = b ഡോട്ട് അല്ലെ b1 ഡോട്ട് b2 അത് ചെയ്യാം. അപ്പോൾ ഞാൻ അതല്ല നിങ്ങൾക്ക് പറയുന്നത്. 2 പോയിന്റ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിനെ കാർട്ടീഷ്യനിലോട്ടും വെക്ടർ ഫോർമാറ്റിലോട്ടും കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ചില എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ബുദ്ധിമുട്ടിക്കാനായിട്ട് അവരിങ്ങനെ തന്നിട്ട് നമ്മളെ കൺവേർട്ട് ചെയ്യാനൊക്കെ പറയും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഫോർമാറ്റാണ് ജസ്റ്റ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ ജനറലി നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ കാർട്ടീഷ്യൻ ഫോർമാറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യപടി. കാർട്ടീഷ്യൻ കിട്ടി അതിനെ വെക്ടറാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ കാർട്ടീഷ്യൻ കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് കാർട്ടീഷ്യനെ പിന്നെ വെക്ടർ ആക്കാം. ഇവിടെ 2 ചോദിച്ചിട്ടുണ്ട് നോക്കെ. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ 2 പോയിന്റ്. ഒരു ലൈൻ പാസ് ചെയ്യുന്ന 3Dയിലുള്ള 2 പോയിന്റ് എന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെക്ടർ ഫോമും കാർട്ടീഷ്യൻ ഫോമും എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ വളരെ സിമ്പിളാണ്. എപ്പോഴും നമ്മൾ കാർട്ടീഷ്യൻ ഫോം കണ്ടെത്തിയിട്ടാണ് വെക്ടർ ഫോം കാണുക കേട്ടോ. കാർട്ടീഷ്യൻ ഫോം കണ്ടിട്ട് വെക്ടർ ഫോം. അതല്ല ഡയറക്റ്റ് നമുക്കിത് വെക്ടർ ഫോം കാണാനൊക്കെ പറ്റും. അതിനൊക്കെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതിനെ കാർട്ടീഷ്യൻ ആക്കിയിട്ട് ഞാൻ വെക്ടർ ആക്കാം. നിങ്ങൾ ഒരു ലെവലിൽ പഠിച്ചു വെച്ചാലും മതി. ആദ്യം പഠിച്ച് കാർട്ടീഷ്യൻ വെക്ടർ ആക്കിക്കോ. ഇനി ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ വെക്ടർ ആക്കണം എന്ന് തന്നെ പറയുകയാണെങ്കിൽ വെക്ടർ ആക്കുക. അതായത് കാർട്ടീഷ്യൻ ആക്കുകയാണെങ്കിൽ കാർട്ടീഷ്യൻ ആക്കുക. അപ്പോൾ നിങ്ങൾ രണ്ടും പഠിച്ചു വെച്ചാൽ മതി. ആദ്യം കാർട്ടീഷ്യൻ ആക്കണത് പഠിക്കുക, കാർട്ടീഷ്യനെ പിന്നെ എന്താക്കുക വെക്ടർ ആക്കണത് പഠിക്കുക. അപ്പോൾ ഒരൊറ്റ ഫോർമാറ്റിൽ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. മനസ്സിലായോ? മറ്റേ രണ്ടും പാടെ പഠിച്ചു വെച്ചാൽ കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ പ്രയാസമില്ല. വെക്ടർ a + λ b - a എന്നൊക്കെ പറഞ്ഞിട്ട് വെക്ടർ ഫോർമാറ്റ് പഠിക്കണം. പക്ഷെ രണ്ടും പാടെ ആകുമ്പോഴും എന്താ വെച്ചാൽ എക്സാമിനൊക്കെ നിങ്ങൾ എത്തുമ്പോഴേക്കും ഇതൊക്കെ ചോർന്ന് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരൊറ്റ ലെവലിൽ നിങ്ങളത് പഠിച്ചു വെച്ചാൽ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, അപ്പോൾ കൺവേർഷനാണ് പറയുന്നത്. നന്നായി ശ്രദ്ധിച്ചോ. സംഭവം ഇത്രേ ഉള്ളൂ. നിങ്ങൾ ആ ജനറൽ ഫോം ഇതൊക്കെ ബൈഹാർട്ട് ചെയ്യുമ്പോൾ ടെൻഷൻ ആവും. അതുകൊണ്ട് ഞാൻ ബൈഹാർട്ട് ചെയ്യിക്കുന്നില്ല. നിങ്ങൾ ആലോചിക്കുക, നമ്മൾ കാർട്ടീഷ്യൻ ഫോർമാറ്റിൽ ജനറലി നമ്മൾ എങ്ങനെ പഠിച്ചത്? x - x1/a1 = അല്ലേ, ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത് ജനറൽ ഫോർമാറ്റ് ആണോ അല്ലേ? ഇത് വെച്ചിട്ട് കണക്ട് ചെയ്ത് തരാം ഞാൻ. ഇങ്ങനെ നമ്മൾ പഠിച്ചത്. ഇത് പഠിക്കുമ്പോൾ ഇതേ ഫോർമാറ്റിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് പഠിക്കാം. എങ്ങനെയാണെന്ന് അറിയാം നോക്കട്ടാ. ഈ x - x1 അങ്ങനെ നിർത്താം, y - y1, z - z1 അങ്ങനെ നിർത്താം. ഈ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുന്ന ഒരു a1 b1 ഒരു നമ്പർ അല്ലേ വരേണ്ടത്? ആ നമ്പർ വരാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ വായിച്ചിട്ടാണ് അടിഭാഗം അങ്ങനെ വായിച്ചു. ടോപ്പ് അത് തന്നെ നിർത്തട്ടെ. ഞാൻ പറഞ്ഞ മനസ്സിലായ ടോപ്പ് അങ്ങനെ തന്നെ നിർത്തത് പഠിക്കാൻ എളുപ്പത്തിലാണ് പറഞ്ഞത്. അടുത്ത് നിങ്ങൾ ആലോചിക്കുക, നമുക്ക് തന്ന പോയിന്റിന് നമ്മൾ x1 y1 z1 രണ്ടാമത്തെ പോയിന്റ് എന്ത് കൊടുക്കുക? 3D അല്ലേ, x2 y2 z2. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. x1 y1 z1 x2 y2 z2. എന്നിട്ട് അടിയിൽ എന്ത് കൊടുക്കുക? x ഭാഗല്ലേ, അപ്പോൾ x2 - x1 എന്ന് കൊടുത്തു. y ഭാഗം നമുക്ക് എന്ത് കൊടുക്കാം? y2 - 1 ആണ്. ഇതെന്ത് കൊടുക്കാം? z2. ഇതാണ് ഇതിൻ്റെ ഫോർമുല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വലിയ റിസ്ക് ഇല്ല.
കാർട്ടീഷ്യൻ ഫോർമാറ്റിന് ജനറൽ പഠിക്കുന്ന പോലെ എക്സ് മൈനസ് എക്സ് വൺ ബൈ എ വൺ എന്നല്ലേ. ആ എ വൺ എന്ന് പറഞ്ഞ ഒരു നമ്പർ അല്ലേ, ഒരു നമ്പർ കിട്ടണമെങ്കിൽ രണ്ടാളുകൾ സബ്ട്രാക്ട് ചെയ്താലേ ഒരു നമ്പർ കിട്ടുള്ളൂ. അപ്പോൾ എക്സ് ടു മൈനസ് എക്സ് വൺ, മറ്റേത് കിട്ടണമെങ്കിൽ വൈ ടു മൈനസ് വൈ വൺ, അടുത്ത് കിട്ടണമെങ്കിൽ സെറ്റ് ടു മൈനസ്. നമ്മൾ ലക്ഷ്യം ഉണ്ടായാൽ മതി. ഇവിടെ ഒരു നമ്പർ ആക്കണ്ടേ, നമ്പർ ആക്കണം എന്നുണ്ടെങ്കിൽ ഈ എക്സ് ടു മൈനസ് എക്സ് വൺ ചെയ്യുമ്പോഴല്ലേ 4 2 ഓർക്കുമ്പോൾ 2, അപ്പോഴല്ലേ അവിടെ ഒരു നമ്പർ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എക്സാമുകളിൽ ടെൻഷൻ ഫ്രീ ആവും. ഓക്കെ, സോ ഇനി നിങ്ങൾ ചെയ്തോ. സോ നമുക്കറിയാം ജനറൽ ഫോർമാറ്റിൽ എക്സ് ഉണ്ട്, മൈനസ് ഉണ്ട്, എക്സ് വൺ എത്ര, നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എക്സ് വൺ എത്ര 2 ആണ്. എക്സ് ടു മൈനസ് എക്സ് വൺ എത്ര 4 2 കുറച്ചാവും. ഇവിടെ എഴുതിക്കോ, സ്റ്റെപ്പൊക്കെ ആയിട്ട് എഴുതിക്കോ, 4 മൈനസ് 2. സോ വൈ മൈനസ് വൈ വൺ എത്ര, വൈ വൺ അവിടെ കിടക്കും 1 അല്ലേ. അതുപോലെ വൈ ടു മൈനസ് വൈ വൺ 3 മൈനസ് 1. അതുപോലെ സെഡ് മൈനസ് സെഡ് വൺ എത്ര 1 ആണ്. ബൈ സെഡ് ടു മൈനസ് സെഡ് വൺ 2 മൈനസ് 1. സ്റ്റെപ്പായിട്ട് വേണമെങ്കിൽ എഴുതിക്കോ. സോ ഫൈനൽ ആൻസർ ഒന്ന് കിട്ടി. എക്സ് മൈനസ് 2 സമം 2, അതുപോലെ വൈ മൈനസ് 1 സമം 2, അതുപോലെ സെഡ് മൈനസ് 1 ഇതാണ് നമ്മളെ കാർട്ടീഷ്യൻ ഫോർമാറ്റ്, ലൈൻ്റെ കാർട്ടീഷ്യൻ ഫോർമാറ്റ്. ഇനി ഇതിനെ വെക്ടർ ആക്കാൻ വളരെ സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. വെക്ടർ ഫോർമാറ്റ് നമുക്കറിയാം. വെക്ടർ ആർ ഈക്വൽ ടു എന്താണ്, വെക്ടർ എ പ്ലസ് എ വൺ എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നത്. ഒരെണ്ണം എഴുതുന്നതുകൊണ്ട് എ മതി, പ്ലസ് ലാംഡ ബി വണ്ണിന് പകരം ബി മതി. ഒരെണ്ണല്ലേ നമ്മൾ എഴുതുന്നുള്ളൂ, കാരണം ഒരു കാർട്ടീഷ്യൻ ഫോർമാറ്റ് ഒരു വെക്ടറല്ലേ ആക്കുന്നുള്ളൂ. ഇനി ശ്രദ്ധിച്ചോ, നമുക്കറിയാം ഈ ഡയറക്ഷൻ റേഷ്യോ എപ്പോഴും ലാംഡയുടെ കൂടുള്ളതായിരുന്നു. ഓർമ്മ ഉണ്ടോ, മുന്നേ പറഞ്ഞപ്പോൾ ലാംഡയുടെ കൂടുള്ളതല്ലേ ഡയറക്ഷൻ റേഷ്യോ അല്ലേ. ആ ഡയറക്ഷൻ റേഷ്യോ ലാംഡയുടെ കൂടെ എന്ന് പറഞ്ഞാൽ ഈ ലാംഡയുടെ കൂടുള്ളത് ഇതന്നെ. കാർട്ടീഷ്യനിൽ ഇതല്ലേ ഡയറക്ഷൻ റേഷ്യോ പറയുന്നത് അല്ലെ, അടിഭാഗത്തുള്ളത്. അപ്പോൾ ഈ ബിയുടെ കൂടെയുള്ള വെക്ടർ എഴുതുമ്പോൾ അത് എഴുതിയാൽ മതി. ഇനി എ എന്ന് പറഞ്ഞ വെക്ടർ എങ്ങനെ കിട്ടുക, ഇവിടെ നിന്നുള്ളത് കിട്ടുക. അപ്പോൾ ജനറൽ ഫോർമാറ്റിൽ മൈനസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വെക്ടർ ഇവിടുന്ന് ഒരു വെക്ടർ കിട്ടും. അപ്പോൾ വെക്ടർ എ എന്ന് പറഞ്ഞാൽ സിംപ്ലി നമുക്കിവിടെ കിട്ടും പറ 2i, അതുപോലെ പ്ലസ് ജെ, ഒരു ജെ കേട്ടോ, പ്ലസ് ഒരു കെ. ഇതാണ് നമ്മൾ എന്ത്, ഒരു ജെ ഒരു കെ, അല്ലെങ്കിൽ ജെ പ്ലസ് കെ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇനി ബി എന്ന് പറയുന്ന വെക്ടർ ഇതാ, ഇവിടെ ഞാൻ എഴുതാം. ഇവിടെ നോക്കാം അടിഭാഗത്തുള്ളത്. അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞു, 2i പ്ലസ് 2j പ്ലസ് 1k. ഇത് രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എ കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ലാംഡ ഇൻറ്റു ബിക്ക് എന്ത് ചെയ്യുക, ഈ വെക്ടർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഞാൻ ഇവിടെ കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ കൊടുക്കാം. സോ വെക്ടർ ആർ ഈക്വൽ, അതിന് കാർട്ടീഷ്യൻ ഫോം വെക്ടർ ഫോം ആക്കുകയാണ്. വെക്ടർ എ ഈക്വൽ എന്താടാ, 2i പ്ലസ് 1j എന്ന് പറഞ്ഞാൽ ജെ എന്ന് എഴുതിയാലും കുഴപ്പമില്ല, പ്ലസ് ലാംഡ ഇൻറ്റു ബി വെക്ടർ എന്താടാ മക്കളെ, 2i പ്ലസ് 2j പ്ലസ് 1k എന്ന് പറഞ്ഞാൽ കെ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയൊക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കാർട്ടീഷ്യൻ ഫോർമാറ്റിനെ വെക്ടർ ആക്കി. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 2 പോയിന്റുകൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അതിനെ കാർട്ടീഷ്യൻ ഫോർമാറ്റ് ആദ്യം ആക്കുക. കാർട്ടീഷ്യൻ ഫോർമാറ്റ് ആക്കിയ പിന്നെ ഇന്റലിജന്റ് ആയിട്ട് ആലോചിക്കുക, ഈ അടിഭാഗത്തുള്ളതാണ് റേഷ്യോ, അതാണ് ലാംഡയുടെ കൂടെ വരിക, അതാണ് ബി വരിക. ലാംഡയുടെ കൂടെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി വരുന്നത് ബി വെക്ടർ. അപ്പോൾ ബി വെക്ടർ കറക്റ്റ് എഴുതാം. അതുപോലെ എ വെക്ടർ എങ്ങനെ കിട്ടുക, ഇവിടെയുള്ള നമ്പർ ഉപയോഗിച്ച് എഴുതണ്ടേ. സപ്പോസ് ഇവിടെ പ്ലസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് മൈനസ് ആക്കണം കേട്ടോ. അവിടെ -2i എന്നാവുക. ഓൾറെഡി ഇവിടെ മൈനസ് ആയതുകൊണ്ടാണ് നമ്മളതിങ്ങനെ ചെയ്തത് കേട്ടോ. അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഓവറോൾ നമ്മൾ ഈ സെക്ഷൻ അടിപൊളിയിൽ ചെയ്തു തന്നിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ പഠിച്ച് പോയി കഴിഞ്ഞാൽ, ഈ വീഡിയോ ലെങ്ത് ആണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു കുറച്ച് ലെങ്ത് ആയിരിക്കാം, 45 മിനിറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ഇത് ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യാൻ കുറച്ച് സമയം വേണം. പരമാവധി നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ വർക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ +2 റിലേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങളുടെ അപ്ഡേഷൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.